ഞാനിന്ന് ഒരു ലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ രസവും അവിയലുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രസത്തിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 പിടി പരിപ്പ് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളി, പുളിയുള്ള തക്കാളിയാണ്. 2 ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിനി കുരുമുളക്, ജീരകം, വെളുത്തുള്ളി ഇത് മൂന്നൊന്ന് ചതച്ച് വെക്കാം. അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചതച്ച് വെച്ച മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ പുളി പിഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ 2 തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്തിട്ട് വേണം പുളി ഒഴിക്കാൻ. അപ്പോൾ പിന്നെ നമ്മളിത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് നീട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചതച്ച മല്ലി, പച്ചമല്ലി ഉണ്ടെങ്കിൽ ഒരു 1/2 സ്പൂൺ ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ചതച്ച് വെച്ച മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ സ്പൂണിന് 1 സ്പൂണ് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വിടണം. പിന്നെ ഈ സമയത്ത് മല്ലിയുടെ ഇല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നീട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി കടുക് വറുക്കാം. ഓയിൽ ഒഴിച്ചിട്ട് അതിൽ കടുക് ഇട്ട് പൊട്ടിയ ശേഷം കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കറിയിലേക്ക്, രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവിയലാണ് ഉണ്ടാക്കുന്നത്. അതിന് കായ, മുരിങ്ങക്കായ, പിന്നെ ക്യാരറ്റ്, ബീൻസ്, കൊത്തമരക്ക, പിന്നെ പയർ, പടവലങ്ങ, ഉരുളക്കിഴങ്ങ്, പിന്നെ 2-3 പച്ചമുളക് ഞാൻ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാകത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവാനായിട്ട് വെക്കുന്നുണ്ട്. ഇത് വെന്ത് വരുമ്പോഴേക്കും ഒരു അരമുറി നാളികേരം ചിരവിയിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഒരു 3 പച്ചമുളകും പിന്നെ ചെറിയ ഉള്ളിയില്ലേ 2-3 ചെറിയ ഉള്ളി അതല്ലെങ്കിൽ ഒരു കഷ്ണം സവാള ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തേങ്ങ ക്രഷ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നല്ലോണം അരയ്ക്കാൻ പാടില്ല, ഒന്ന് ചതയ്ക്കാനേ പാടുള്ളൂ. ഈ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ അവിയലിന് വേറൊരു ടേസ്റ്റ് ആട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഞാനൊരു 1/2 കപ്പ് കഷ്ണം വെന്ത ശേഷം 1/2 കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് പാകം നോക്കിയിട്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ തേങ്ങ അരപ്പും ചേർത്തിട്ട് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ആവി കയറ്റിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല മട്ട അരിയുടെ ചോറും പരിപ്പിട്ട് വെച്ച നല്ല അടിപൊളി രസവും പിന്നെ അവിയലും ഇരുമ്പാമ്പുളി അച്ചാറും ഒരു പപ്പടമൊക്കെ ആയിട്ട് ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.